പാലത്തായി പീഡനക്കേസിൽ അതിശക്തമായ വിധിയാണ് തലശ്ശേരി പോക്സോ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ BJP നേതാവ് K. പത്മരാജന് ബലാത്സംഗ കുറ്റം തെളിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. ഒപ്പം തന്നെ പോക്സോ കുറ്റവും തെളിഞ്ഞു. ഈ കുറ്റം തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 20-40 വർഷത്തെ ശിക്ഷയും അനുഭവിക്കണം. ഇത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. വിധിയിൽ പ്രോസിക്യൂഷൻ സന്തോഷം പ്രകടിപ്പിച്ചു. ലൈഫ് ഇംപ്രിസൺമെന്റ് ടിൽ ഡെത്ത് എന്നുള്ളത് തന്നെയാണ് കിട്ടിയ ഏറ്റവും വലിയ ഒരു പണിഷ്മെന്റ് ആയിട്ട് ഇതിലുള്ളത്. 2 ലക്ഷം രൂപയും അതുപോലെ തന്നെ 20 വർഷം വീതം പണിഷ്മെന്റും 50,000 രൂപ വീതം ഫൈനുമാണ് വിധിച്ചിട്ടുള്ളത്. 2020 ജനുവരി മാസത്തിനും ഫെബ്രുവരിക്കും ഇടയിലാണ് പീഡനം നടന്നു എന്നതാണ് ഈ പെൺകുട്ടി നൽകിയ മൊഴി. 10 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ് പത്മരാജൻ പീഡിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചെങ്കിലും ഇയാൾക്കെതിരെ തെളിവില്ല എന്നാണ് കണ്ടെത്തിയത്. പിന്നീട് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത് കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും പോക്സോ കേസ് ഉൾപ്പെടുത്തിയിരുന്നില്ല, തെളിവില്ല എന്നതായിരുന്നു ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയത്. ഒടുവിലാണ് ഈ കേസിന്റെ അന്വേഷണം അന്നത്തെ തളിപ്പറമ്പ് DYSP ആയിരുന്ന TK രത്നകുമാറിന് കൈമാറുന്നത്. ഏതായാലും പ്രതിഭാഗം പ്രധാനമായും ആരോപിക്കുന്നത് ഈ കേസിന്റെ അന്വേഷണത്തിൽ ചില അട്ടിമറികൾ നടന്നു. വ്യാജ തെളിവുകൾ ഉപയോഗിച്ചാണ് കേസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതെന്നും പ്രതിഭാഗം ആരോപിക്കുന്നുണ്ട്. തളിപ്പറമ്പ് DYSP ആയിരുന്ന ശ്രീ TK രത്നകുമാറിനെ ഈ അന്വേഷണം ഏൽപ്പിക്കുകയും അദ്ദേഹം ഇതിൽ തെളിവുകൾ കുറച്ച് ഫാബ്രിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കുകയും വീണ്ടും പോക്സോ ചുമത്തി കുറ്റപത്രം സമർപ്പിക്കാനുണ്ടായിരുന്നത്. ശിക്ഷാവിധിയിൽ വാദം കേൾക്കവേ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പത്മരാജനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ആ സമയത്ത് പത്മരാജൻ പറഞ്ഞത് നിരപരാധിയായ ആർക്കും ഈ ഒരു അവസ്ഥ വരരുതേ എന്ന് താൻ പ്രാർത്ഥിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെ തൻ്റെ ഭാര്യയും മക്കളും ആത്മഹത്യ ചെയ്താൽ അതിന് ഉത്തരവാദികൾ SDPയും ഒപ്പം മത തീവ്രവാദ സംഘടനകളുമായിരിക്കും എന്നും പത്മരാജൻ പറയുകയുണ്ടായി. SDPI ഈ കേസിൽ തന്നെ കുടുക്കുകയാണ് എന്നതാണ് പത്മരാജൻ പ്രധാനമായും ആരോപിച്ചത്. എന്നാൽ കോടതി ആ സമയത്ത് പറഞ്ഞത് ഇത് വാദം കേട്ട് വിധി പറഞ്ഞൊരു കേസാണ്, ഇതിനു മുൻപാണ് ഇക്കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എന്നതായിരുന്നു കോടതിയുടെ മറുപടി. ഏതായാലും കുറ്റക്കാരനാണെന്ന് വിധിച്ചെങ്കിലും ഈ പ്രതിഭാഗം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ്. തലശ്ശേരിയിൽ നിന്നും ഷാജു ചന്തപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.